നമസ്കാരം. പണത്തിന് കലിയുഗത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ പണത്തിന് സാധിക്കും. എന്നാൽ പണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ധനം നിങ്ങളുടെ കൈകളിൽ ഇരട്ടിക്കുന്നതിനും ധനപരമായ പ്രയാസങ്ങൾ മാറുന്നതിനും സഹായകരമായി തീരും. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ധനനഷ്ടത്തിനും കടബാധ്യതകൾ വർദ്ധിക്കുന്നതിനും ധനം കൈകളിലേക്ക് വന്ന് ചേരാതിരിക്കുന്നതിനും അത് കാരണമായി തീരും. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തേതായി പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ പണം വയ്ക്കരുത് എന്ന കാര്യമാണ്. ഈ സ്ഥലങ്ങളിൽ ആരെങ്കിലും പണം വയ്ക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പല വിധത്തിൽ തിരിച്ചടികൾക്ക് കാരണമായി തീരാം. ആദ്യത്തേതായ സ്ഥലം ബെഡിന് അടിയിലാണ്. പലരും ഇത്തരത്തിൽ സൂക്ഷിക്കുന്നു എന്നതാണ് വാസ്തവം. ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത്. ചില അവസരങ്ങളിൽ ക്ഷീണത്തിൽ വന്ന് കിടക്കുന്നതായ സാഹചര്യത്തിൽ പലരും സൗകര്യത്തിനായി ബെഡിന്റെ അടിയിൽ പണം വയ്ക്കുന്നതാണ്. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ, പ്രകാരം ചെയ്യുന്നു എങ്കിൽ അത് ദോഷമായി തന്നെ പരാമർശിക്കാം. വാസ്തുഗ്രന്ഥങ്ങളിൽ ഇതിനാൽ പണം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ, കൂടാതെ രോഗം വന്നു ചേരുന്നതിനോ ക്ഷീണം, അലസത തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനോ അത് കാരണമായി തീരും. കൂടാതെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സ്വസ്ഥതക്കുറവ്, മാനസികപരമായ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും. അതിനാൽ തന്നെ ഒരു വ്യക്തിക്ക് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാതെ കുഴങ്ങുന്നതാണ്. കൂടാതെ ഉറക്കം നിങ്ങളുടെ ജീവിതത്തിൽ ക്രമേണ കുറഞ്ഞു വരും. ഇത്തരത്തിൽ പല പ്രശ്നങ്ങളുമാണ് വന്നു ചേരുക. അതിനാൽ തീർച്ചയായും ബെഡിന്റെ അടിയിൽ ഒരു കാരണവശാലും നിങ്ങൾ പണം സൂക്ഷിക്കാൻ പാടുള്ളതല്ല. രണ്ടാമത്തേതായ കാര്യം ബാത്റൂമിലാണ്. പലരും വീട്ടിൽ വരുമ്പോൾ തന്നെ, അതായത് പുറത്തു പോയി വരുമ്പോൾ തന്നെ കുളിക്കാൻ പോകുന്നവരാണ്. ആ സമയം ബാത്റൂമിൽ തൂക്കിയിടുന്നതായ ഡ്രസ്സിൽ പണമുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല. ശുചിമുറിയിൽ അല്ലെങ്കിൽ മറ്റെന്താവശ്യത്തിനായി കയറുമ്പോൾ പണം കരുതാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിലെ കാര്യമാണ് പരാമർശിക്കുന്നത്. ഇവിടെ പണത്തിന്റെ സാന്നിധ്യം വരുന്നത് അതീവ ദോഷകരമാണ്. അതിനാൽ വീട്ടിൽ വെച്ച് ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് ധനപരമായ പ്രയാസങ്ങൾക്കും കഷ്ടതകൾ വന്ന് ചേരുന്നതിനും കാരണമായി തീരാം. അതിനാൽ ധനം കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥ വരികയും കടബാധ്യതകൾക്കും മറ്റ് വിഷമങ്ങൾക്കും അത് കാരണമായി തീരും. മറ്റൊന്ന്, ചെരുപ്പ്. വീടുകളിൽ ചെരുപ്പ് വയ്ക്കുന്നിടത്ത് അല്പസമയത്തിന് പോലും ഒരിക്കലും പണം വയ്ക്കാൻ പാടുള്ളതല്ല. ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് ദോഷകരമായി തീരും. എത്ര തിരക്കിലാണ് എങ്കിലും ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതിനാൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ, പണം എന്നിവ കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യങ്ങളും പ്രതികൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിനും കാരണമായി തീരാം. കടബാധ്യതകളിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. അതിനാൽ ഒരിക്കലും ഈ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. ചീർപ്പ്. പലപ്പോഴും മേശപ്പുറത്തും മറ്റും ഉപയോഗിക്കുന്ന ചീർപ്പ് വയ്ക്കുന്നവരുണ്ടാകാം. അതോടൊപ്പം ചിലർ പണം കൂടി അറിയാതെ വയ്ക്കും. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതിന് കാരണമായി തീരും. നിർഭാഗ്യം നിങ്ങളെ പിന്തുടരുന്നതിന് കാരണമാകാം. മരുന്നിനോടൊപ്പം ഒരിക്കലും ഇപ്രകാരം വയ്ക്കരുത്. ബില്ലിനോടൊപ്പം പണം വയ്ക്കുന്നതും അത് ദോഷകരമാണ്. ചിലവ് വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. അലക്ഷ്യമായി ഒരിക്കലും നിങ്ങൾ പണം സൂക്ഷിക്കരുത്. അലക്ഷ്യമായി സൂക്ഷിക്കുന്നത് ദോഷകരമാണ്. അത് മഹാലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതിനാൽ ആദരവോടെ പണം എപ്പോഴും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കണം. നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മുകളിലായി ഒരിക്കലും പണം സൂക്ഷിക്കരുത് എന്നാണ് പറയുക. ആവശ്യത്തിന് പണമുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും ആ കാര്യങ്ങൾ പണം മൂലം നടക്കാത്തതായ അവസ്ഥ, ചെയ്യാൻ സാധിക്കാത്തതായ മാനസികാവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. പൂജാമുറിയിൽ ദൈവങ്ങളോടൊപ്പം പണം സൂക്ഷിക്കരുത്. ഒരു പടി താഴെയായി വെക്കുക. ആ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം വയ്ക്കരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഒരു പടി താഴെയായി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിനാൽ പൂജാമുറിയിൽ പണം സൂക്ഷിക്കുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കുക.
ഇനി അപ്രകാരം ശരിയായ രീതിയിൽ പണം സൂക്ഷിക്കാം. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ധനപരമായ ഉയർച്ചയ്ക്കും ധനം ഇരട്ടിക്കുന്നതിനും സഹായകരമായി തീരും എന്ന് മനസ്സിലാക്കാം. കന്നിമൂലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നിത്യവും ഉപയോഗിക്കുന്ന അഥവാ നിത്യ ആവശ്യത്തിനായ പണം സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇവിടെ പണം സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരും. കൂടാതെ ഇവിടെ ധാരാളമായി പണം സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് ഭാവിയിലേക്ക് ആവശ്യമുള്ള പണമാണ് എങ്കിൽ പോലും അത് ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. മരത്തിന്റെ അല്ലെങ്കിൽ മണ്ണിന്റെ ബോക്സിൽ പണം സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ പണം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും എന്നാണ് പറയുക. അതിനാൽ ആ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കണം. മണ്ണിന്റെ അഥവാ സെറാമിക് ബോക്സിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷം തന്നെയാണ്. മറ്റൊന്ന് അരിപാത്രമാണ്. അരി മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു വസ്തുവാണ്. പലരും അടുക്കളയിൽ അല്ലെങ്കിൽ അരിയിൽ പണം സൂക്ഷിക്കുന്നവരുണ്ടാകാം. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി ഭവിക്കും എന്നാണ് പറയുക. 1 രൂപ നാണയമെങ്കിലും ഇപ്രകാരം സൂക്ഷിക്കുന്നത് സർവ്വ ഈശ്വരപ്രദം തന്നെയാണ്. അനാവശ്യമായ ചിലവുകൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യവും ഓർക്കണം. കൂടാതെ എപ്പോഴും അരിപാത്രത്തിൽ അരി ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. ഈ 2 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ കൈനീട്ടം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചതായ നാണയം, പണം എന്നിവ ചിലവാക്കാതെ നാം നിത്യവും ഉപയോഗിക്കുന്നതായ പേഴ്സിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ഇടത്ത് സൂക്ഷിക്കുകയാണ് എങ്കിലും അത് സർവ്വ ഈശ്വരപ്രദമാണ്. ആ വ്യക്തികളുടെ ജീവിതത്തിൽ ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് സഹായകരമായി തീരും. മറ്റൊന്ന് വാസ്തു ചെടിയുമായി ബന്ധപ്പെട്ടാണ്. മണി പ്ലാന്റ്, മുല്ല, കൂടാതെ മറ്റ് ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന സ്നേക്ക് പ്ലാന്റ്, റബ്ബർ പ്ലാന്റ് മുതലായ പോസിറ്റീവായ ചെടികളുടെ അടുത്തായി പണം സൂക്ഷിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഇപ്രകാരം സൂക്ഷിക്കുന്നതിലൂടെ പണത്തിന് മുട്ടുവരില്ല എന്നാണ് പറയുക. പണം സൂക്ഷിക്കുന്നതിന്റെ അടുത്ത് ഈ ചെടികൾ ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്കും ധനം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതിനും പാഴ്ചിലവുകൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും സഹായകരമായി തീരും. കൂടാതെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ഉയർച്ച, സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കും. പണം സൂക്ഷിക്കുന്ന ഇടത്ത് മഹാലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം കൂടിയായ ശ്രീം എന്ന വാക്ക് എഴുതി സൂക്ഷിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. എന്നാൽ ഇപ്രകാരം സൂക്ഷിക്കുന്ന ഇടത്ത് ഒരിക്കലും 1 രൂപ പോലും ഉണ്ടാകാതിരിക്കരുത് എന്ന കാര്യം ഓർക്കണം. എപ്പോഴും ഇവിടെ 1 രൂപയെങ്കിലും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഒരിക്കലും പണം കാലിയാകാൻ പാടുള്ളതല്ല. വടക്ക് ദിശയിൽ തന്നെ ഇപ്രകാരം നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ധനപരമായ ഉയർച്ചയും മഹാലക്ഷ്മി ദേവിയുടെ പ്രീതിയും ആ വീടുകളിൽ വന്നു ചേരും. തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം ഇപ്രകാരം എഴുതി പണത്തോടൊപ്പം സൂക്ഷിക്കുക.